ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ രേവതിക്കുട്ടി മാമച്ചനെ കൺവീൻസ് ചെയ്യുവാണ് അലീനയായിട്ട് പുറത്തു പോകുന്ന കാര്യം. അങ്ങനെ കുറച്ച് ഓഫേഴ്സൊക്കെ വെച്ച് മാമച്ചനെ രേവതിക്കുട്ടി സമ്മതിപ്പിച്ചിട്ട് സന്തോഷത്തിലോടി അകത്തേക്ക് വരുവാണ് അലീനയോട് ഈ കാര്യം പറയാൻ. അപ്പോൾ അലീന കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അലീനയുടെ ഫോൺ റിങ് ചെയ്യും. ഫോൺ നോക്കുമ്പോൾ മനുശങ്കറാണ് വിളിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടി അത് എടുത്തിട്ട് മനുശങ്കറിനെ പറ്റിക്കും, അലീന എന്ന രീതിയിൽ സംസാരിക്കും. പിന്നെ രേവതിക്കുട്ടി പറയും ഞാൻ അലീന ചേച്ചിയല്ല കൂട്ടുകാരിയാണെന്ന് പറയും. അപ്പോൾ മനു ആകാംക്ഷയോടെ രേവതിക്കുട്ടിയാണെന്നൊക്കെ ചോദിക്കും. ഇത് കേട്ട് അലീന പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് രേവതിക്കുട്ടിയെ വഴക്കിടും. എന്നിട്ട് അലീന ഫോൺ എടുത്ത് സംസാരിക്കും. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എന്നോട് വിളിച്ച് പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അങ്ങനെ പറയാമോ ചെയ്യാമോ എന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാതിരുന്നതെന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി ആ ഫോൺ വാങ്ങിയിട്ട് എനിക്ക് മനുവേട്ടനെ പരിചയപ്പെടണമെന്നുണ്ട്, സ്നേഹനികേതനിൽ നിന്ന് ചേച്ചി വന്ന് കൊണ്ടുപോയതല്ലേ, അറിയണം എന്നൊക്കെ പറയുന്നു. വൈകുന്നേരം മറൈൻ ഡ്രൈവിൽ വരുമെന്നോട് പറയുമ്പോഴേക്കും നമ്മുടെ അലീന രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് മനുവിനോട് സോറി പറയുവാണ്. ഇവളുടെ നാവിൻ്റെ ബെല്ലും ബ്രേക്കൊക്കെ പോയി എന്ന് പറയുവാണ്. അപ്പോൾ മനു പറയുന്നു രേവതിക്കുട്ടി മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, അവൾ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മനുവേട്ടനും അവളുടെ പക്ഷം കൂടിയോ എന്ന്. അപ്പോൾ മനു പറയുന്നു ഇല്ല, ഞാൻ എപ്പോഴും അലീനയുടെ പക്ഷം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട് 5:30 നമുക്ക് മറൈൻ ഡ്രൈവിൽ കാണാം മനുവേട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ഫോൺ വാങ്ങി കട്ട് ചെയ്തിട്ട് രേവതിക്കുട്ടിയെ വഴക്കിടുവാണ്. നീ എന്താ രേവതിക്കുട്ടി ഇങ്ങനെ, നിന്റെ കളിപ്പിള്ളയാണോ മനുവേട്ടൻ? മനുവേട്ടൻ നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉള്ള മനുഷ്യനെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് എൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള പോലെ എനിക്ക് ചേച്ചിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചേച്ചിനെ കൊണ്ടുപോയ സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയപ്പെടണം. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ഇവരെയൊക്കെയല്ലേ വിളിച്ച് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി കടപ്പാട്ടൂരിലെ പാലയിലെ കാര്യം നോക്കിയാൽ മതി, എറണാകുളത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അലീന ടെൻഷൻ അടിക്കുകയാണ്, അയ്യോ നമ്മളെക്കുറിച്ച് ആൻറ്റി അങ്കിളൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ മനുവിനെ 5:30 മറൈൻ ഡ്രൈവിൽ വെച്ച് കാണുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കുന്തം വിചാരിക്കും, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രേവതിക്കുട്ടി പറയുകയാണ് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് പറയുവാണ്. രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് താഴത്തേക്ക് ചെല്ലുവാണ്. മാമച്ചൻ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. മാമച്ചനോട് നമുക്ക് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ മാമച്ചൻ മറൈൻ ഡ്രൈവ് വഴി ആ വഴി ഈ വഴി പോകുന്നൊക്കെ പറഞ്ഞ് കുറേ റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എറണാകുളം ഒരു ദിവസം കൊണ്ട് ചുറ്റിക്കാണാൻ പറ്റില്ലെന്നൊക്കെ മാമച്ചൻ രേവതിക്കുട്ടിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഗ്രേസ് അമ്മയെ വിളിക്കാൻ വേണ്ടി മാമച്ചനകത്തേക്ക് കയറി പോവുകയാണ്. രേവതിക്കുട്ടി ഉടനെ തന്നെ അലീനയുടെ ഫോൺ എടുത്ത് മനുശങ്കറിനെ വിളിച്ച് പറയുകയാണ് 5:30 ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് വരേണ്ടത്, പ്ലാനിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന്. എന്നിട്ട് അവരെല്ലാവരും കൂടെ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രേവതിക്കുട്ടി സന്തോഷം കൊണ്ട് അലീനനെ ഓടിക്കൊണ്ട് നമ്മുടെ അവരുടെ ഗാർഡനിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് അവളൊരു സന്തോഷം നോക്കിക്കതേ ഓടിക്കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മാമച്ചൻ ഡ്രൈവറിനോട് പറയാണ് നീ വീട് നോക്കി നിന്നാൽ മതി, ഞങ്ങൾ വരാൻ ലേറ്റ് ആവും, നീ വരണ്ട എന്ന് പറഞ്ഞ് മാമച്ചൻ വണ്ടി ഓടിക്കാൻ വേണ്ടി കയറുകയാണ്. രേവതിക്കുട്ടി എല്ലാവരെയും പെട്ടെന്ന് അവരവരുടെ സീറ്റിൽ കൊണ്ടിരുത്തുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇതൊന്നും കാണാത്ത കാരണം ഭയങ്കര സന്തോഷത്തിൽ അവിടെയൊക്കെ അലീനയായിട്ട് ഓടി നടക്കുകയാണ്. ഗ്രേസ് അമ്മ പറയുന്നുണ്ട് നീ സന്തോഷിച്ച് ഓടി നടന്നോ, കുഴപ്പമില്ല, കാണാവുന്ന സ്ഥലത്ത് നിന്നാൽ മതി, അതിനപ്പുറം പോവാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയോട് അലീന പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇടുന്ന് വെപ്രാളം കാണിക്കല്ലേ, ആൾക്കാർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും, നമ്മൾ വല്ല പട്ടിക്കാട്ടിൽ നിന്ന് വന്നതെന്ന് വിചാരിക്കില്ലേ എന്ന് പറയും. അപ്പോൾ അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത് നമ്മൾ ഉല്ലാസത്തിന് വന്നതല്ലേ, നമുക്കിങ്ങനെ ചെയ്യാം, ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്ന് പറയുവാണ്. പിന്നെ അവർ നടക്കുകയാണ് അലീനയും രേവതിക്കുട്ടിയും കൂടെ. അപ്പോൾ രേവതിക്കുട്ടി അലീനയോട് ചോദിക്കുകയാണ് മനുശങ്കർ വരുമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അലീന പറയുവാണ് വന്നാലും ഞാൻ നിനക്ക് കാണിച്ചു തരില്ല, നീ എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ മനുവേട്ടനെ വിളിച്ച് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് ഞാൻ കണ്ടുപിടിച്ചോളാം, ചേച്ചി പറഞ്ഞത് വെച്ച് ചെറിയൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട് മനുവേട്ടനെ പറ്റിയെന്ന് പറയുവാണ്. അപ്പോൾ അലീന രേവതിക്കുട്ടിക്ക് മനുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല 6 അടി പൊക്കം, നല്ല വണ്ണം, കൊമ്പ മീശ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് എൻ്റെ സങ്കല്പത്തിലെ മനുവേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അലീന ചോദിക്കുന്നു ഒരിക്കൽ പോലും കാണാത്ത മനുവിനെ നീ ഇങ്ങനെ സങ്കല്പിച്ചൊക്കെ വെച്ചെന്ന്. അലീന ചേച്ചി മനുവേട്ടാന്ന് വിളിക്കുമ്പോൾ ആ ഒരു വിളിയിൽ നിന്ന് എനിക്ക് മനുവിനെ മനസ്സിലായി എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ കപ്പലൊക്കെ പോകുമ്പോൾ രേവതിക്കുട്ടി പറയുവാണ് എനിക്കൊരു കപ്പലിൽ കയറണം, കടൽ കാണണം, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. രേവതിക്കുട്ടിയും അലീനയും കൂടി വന്നിട്ട് കാഴ്ചയൊക്കെ കണ്ട് നടക്കുകയാണ്. ഗ്രേസ് അമ്മയും മാമച്ചനും കൂടെ കാഴ്ചകൾ കണ്ട് വിഷമിച്ച് നടന്ന് വന്നിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ രേവതിക്കുട്ടി അലീനയും കൂടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് രേവതിക്കുട്ടി പറയാണ്, നമ്മൾ ഒരാളെ കൂടി ഇവിടെ വരാനുണ്ട്. അപ്പോൾ ഗ്രേസ് അമ്മ അത് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും അലീന ചേച്ചിയുടെ കെയർ ടേക്കർ മനുശങ്കറാണ് വരുന്നത്, നമുക്ക് ചേട്ടനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഗ്രേസ് അമ്മ പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വിളിച്ചത് ശരിയായില്ലെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ കെയർ ടേക്കറിനെ എനിക്ക് കാണണ്ടേ, ഞാൻ അറിഞ്ഞിരിക്കണ്ടേ, എല്ലാം അറിഞ്ഞിരിക്കണം എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇവരുടെ വിചാരം മനുശങ്കർ വരില്ല എന്നാണ്. അപ്പോൾ മനുശങ്കർ അവിടെ വന്നിട്ടുണ്ട്, കാറിലിറങ്ങുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. മനുശങ്കർ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അലീന ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടിക്ക് കൊടുക്കുകയാണ്. രേവതിക്കുട്ടി ഇതേ മനുവേട്ടൻ വിളിക്കുന്നുണ്ട്, നീ സംസാരിച്ചോ എന്ന് പറയുവാണ്. അപ്പോൾ രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട് മനുവേട്ടാന്ന് ഇങ്ങനെ പറയുവാണ്. അലീന ഇങ്ങനെ അത് നോക്കി ആ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.